ഹലോ നമസ്കാരം. ഞങ്ങളിന്ന് ഇവിടെ വൈക്കാട്ടോ റീജിയനിലെ ഏറ്റവും വലിയ ഒരു വൺ ഓഫ് ദ പുഴയായ അല്ലെങ്കിൽ ഒരു നദിയായ ടൊങ്കാരിരോ റിവറിൻ്റെ സൈഡിൽ കൂടെയാണ് പോകുന്നത്. ഈ ടൊങ്കാരിരോൻ്റെ സൈഡിൽ കൂടെ ഒരു വലിയൊരു പുഴയുണ്ട്. അതാണ് നമ്മുടെ ഈ ടോപ്പോ ലേക്കിലേക്ക് ഏറ്റവും കൂടുതൽ വാട്ടർ സപ്ലൈ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ സൈഡിൽ കൂടെ ഒരു ട്രയലുണ്ട്. ആ സൈഡിൽ കൂടെ ഞങ്ങളിങ്ങനെ നടന്നു പോവുകയാണ്. ഇതിൻ്റെ ഡെഡ് എൻഡ് ചെല്ലുമ്പോൾ ഒരു നല്ലൊരു അടിപൊളി ബ്രിഡ്ജൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാനായിട്ടാണ് പോകുന്നത്. സോ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഞങ്ങളങ്ങനെ അവിടുന്ന് നടന്ന് നേരെ പുഴയിലേക്ക് പോവുകയാണ്. അപ്പോഴുണ്ട് ഇവിടെ ഒരു അപ്പാപ്പൻ മീൻ പിടിക്കുന്നു. പുള്ളിക്കാരന് മീൻ കിട്ടിയിട്ടുണ്ട്. അടിപൊളി. ഇതൊരു ഫിഷിംഗ് വീഡിയോ ആയി മാറുമെന്നാണ് തോന്നുന്നത്. ഹായ്, ഹലോ. ഗുഡ് ഗുഡ്. പുള്ളിക്കാരന് വേണ്ട ഒരു ട്രൗട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ട്രൗട്ട് ഫിഷിംഗ്, ഇതാണ് ഫ്ലൈ ഫിഷിംഗ്. Would you like him to eat? Yeah. I can give him to you if you like. Really? Oh, yes. Thank you. Thank you very much. It's okay. So, പുള്ളിക്കാരി ഞങ്ങൾക്ക് മീൻ തരാൻ പോവുകയാണ്. നമുക്ക് തരാമെന്ന് പറഞ്ഞു. So what fish it is? Rainbow trout? Yes, rainbow. Oh. Yes. And what are the types of fishes are here? Only rainbows and brown. Oh, brown one. Brown trout. Yeah. She's now dead. This is your first fish? Or you got other fish? Oh, we've got others we take back to Australia. Uh-huh. But we've got about 19, 20 in the freezer. Oh my God. Oh, So really? we're only keeping really big ones. Oh, thank you. That's okay. You enjoy. Yeah, thank you. Oh, it's having egg. See, egg. Yeah, it's full of eggs. Yeah. See, ഇതിനകത്തുനിന്ന് എഗ്ഗ് വരുന്നുണ്ട്. This time of year they run up the river to spawn. Yeah, oh. Yeah, so So you take all these fishes back to Australia? yeah, we the fat fish and the big ones we have them smoked at Taupo, Yeah. Okay. and the sides are then cryovac packed, and we can take 5 kilos. Oh, of okay. smoked sides back. Oh. So no, Yeah. very nice eating. Yeah. If you know how to cook roe, I don't know how. Yeah. It's very rich, Yeah. but yeah. It's really big. Yeah. Thank you. We are lucky. We are lucky. Yeah. Have a nice day. I will. Thank you. Thank you. So, അങ്ങനെ ഞങ്ങൾക്കൊരു ഇവിടുന്ന് ഞങ്ങൾ നേരെ ചെല്ലുന്നു. ഞങ്ങൾക്കൊരു റെയിൻബോ ട്രൗട്ട് കിട്ടുന്നു. സോ ഇനി ഇത് ട്രൗട്ട് നമുക്ക് പിടിക്കുന്ന വീഡിയോ വേറെ എടുക്കാം. നമുക്ക് ഇതൊരു വല്ലാത്ത കലയാണ് ട്രൗട്ട് ഫിഷിംഗ് എന്നത്. ഫ്ലൈ ഫിഷിംഗ് ആണ് ചെയ്യുന്നത്. സോ അതിനെ പിടിക്കുന്ന വീഡിയോ നമ്മൾ വേറെ ചെയ്യാം. ഇനി വി ആർ വെരി ലക്കി. പോകുമ്പോണ്ട് വേറെ പുള്ളിക്കാരൻ വണ്ടിക്ക് വരുന്നു. പുള്ളിക്കാരൻ ഫ്ലൈ ഫിഷിങ്ങിന് പോവുകയാണ്. പുള്ളിക്കാരൻ ഈ നാട്ടുകാരനെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ ഫിഷിങ്ങിന് വേണ്ടി പോകുന്നു. ഈ തോട്ടിൻ്റെ അകത്ത് മൊത്തം ഫിഷിങ്ങിൻ്റെ ആൾക്കാരാണ്. സോ ഞങ്ങളിവിടുന്ന് ഇതിൻ്റെ അകത്തോടെ കയറി ഒരു ഷോർട്ട് കട്ടിലാണ് വന്നിരിക്കുന്നത്. ഇതാണ് ടുരാങ്കി ടൗണ്. ഞങ്ങളിതിൻ്റെ ഉള്ളിൽ കൂടെ വന്ന് ഇവിടെ വന്ന് ഇവിടെ യു ആർ ഹിയർ അല്ലേ. ഞങ്ങളിതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വന്ന് ഇതിവിടെ വന്ന് കയറി ഈ പാർക്കിങ്ങിലാണ് ഞങ്ങൾ വണ്ടി ഇട്ടേക്കുന്നത്. നോർമലി ഇത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ വരണം. ഞങ്ങളിത് ഷോർട്ട് കട്ട് എടുത്താണ്. ഷോർട്ട് കട്ട് എടുത്ത് നേരെ പുഴയിലേക്ക് ഇറങ്ങി. ഇത് ഈ പുഴയിലേക്ക് ഇവിടെ ഇറങ്ങി. ഇവിടെ ഇറങ്ങുമ്പോൾ ഞങ്ങൾക്കൊരു ട്രൗട്ട് ഫിഷ് ഒരു ഓസ്ട്രേലിയക്കാർ ഞങ്ങൾക്ക് വേണ്ടി സമ്മാനിച്ചു. ഇത് ഇവിടുന്ന് ഇങ്ങനെ പോയി അങ്ങേ അറ്റത്തെത്തുമ്പോൾ ഇവിടെ എത്തുമ്പോഴാണ് അവിടെ ഒരു ബ്രിഡ്ജ് ഉള്ളത്.
സോ നമ്മൾ ആ ബ്രിഡ്ജ് ലക്ഷ്യമാക്കിയാണ് നടക്കുന്നത്. എബൌട്ട് 3 hours ആണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് അവിടം വരെ എത്തുകയെന്നുള്ളത് നോക്കാം. ഇതാണ് വഴി. ഈ സൈഡിൽ കൂടെ ഇങ്ങനെ ഒഴുകുന്നതാണ് പുഴ. കാണാൻ പറ്റിയല്ല, ഈ കാണുന്ന സൈഡിൽ കൂടെയാണ് ഇങ്ങനെ പുഴ പോകുന്നത്. നമുക്ക് ഇതിലൂടെ ഇങ്ങനെ നേരെ നടക്കാൻ പറ്റും. ഇതിൻ്റെ അകത്ത് കുറേ ആൾക്കാർ ഫിഷ് പിടിക്കുന്നുണ്ട്. അങ്ങറ്റത്തൊരാളിപ്പുണ്ട്, അങ്ങറ്റത്തൊരാളുണ്ട്. കണ്ടോ, എവിടെയുണ്ട്? ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. അത് ഇവിടുന്ന് ഇങ്ങനെ ചെല്ലുന്നത്. അവിടെ മേലെ ഒരാൾ ചെയ്യുന്നുണ്ട്. അയാളുടെ ചൂണ്ട മാത്രമേ കാണുന്നുള്ളൂ. ഈ കാണുന്ന ആൾക്കാരൊക്കെ ഫിഷിങ് ചെയ്യുന്നവരാണ്. ഇതാണ്ട് ഈ പുള്ളിക്ക് ഫിഷ് കിട്ടി. ആ പുള്ളിക്ക് ഫിഷ് കിട്ടിയടി. പുള്ളിക്കാരൻ ഫിഷ് അടിച്ചിട്ടുണ്ട്. പുള്ളിക്കാരൻ അതിനെ വലിച്ച് കരക്കി കയറ്റുകയാണ്. ഞങ്ങളവിടെ പോയി അടുത്ത് പോയി ഇന്ന് വായി നോക്കുമ്പോൾ പുള്ളിക്കാരൻ ഞങ്ങളുടെ വായ്നോട്ടം കണ്ടിട്ട് പുള്ളിക്കാരൻ കിട്ടും. എല്ലാ മക്കളെ നിങ്ങൾക്ക് വേണമെന്ന് ചോദിക്കും. ആ പുള്ളിക്കാരന് ഫിഷ് കിട്ടിയിട്ടുണ്ട്. ഇതാണ്ട് പുള്ളിക്കാരൻ അതിനെ വലിച്ച് കരക്കോട്ട് കയറ്റുന്നുണ്ട്. പുള്ളിക്കാരൻ വെളുത്ത ഫിഷാണ് കിട്ടിയേക്കുന്നത്. ആ ഫിഷ് നല്ല ബലം കൊടുക്കുന്നുണ്ട്. നല്ല ഫൈറ്റിംഗാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പുള്ളിക്കാരൻ അടിപൊളിയായിട്ട് അതിനെ വലിച്ച് കയറ്റുന്നുണ്ട്. പുള്ളിക്കാരൻ അതിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ നീങ്ങി വരുന്നുണ്ട്. അതിനുശേഷം പുള്ളിക്കാരൻ അതിനെ എടുത്ത് സൈഡിലേക്ക് വെക്കും. നമുക്ക് നോക്കി വയ്ക്കാം. എനിക്കറിയില്ല ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുമോ. ഇനി വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഇഷ്ടപ്പെടുമില്ലെന്നൊന്നും അറിയത്തില്ല. അയാളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഫിഷിങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അയാൾ വീഡിയോ എടുത്ത് നമ്മളെ തെറി പറയും. ഫിഷ് നല്ല ഫൈറ്റ് കൊടുക്കുന്നുണ്ട്. അതിനെ അടുപ്പിച്ച് കൊണ്ടുപോയിട്ട് നേരത്തെ കണ്ട ഓസ്ട്രേലിയക്കാരൻ പറഞ്ഞത് പുള്ളിക്കാരൻ ഫിഷിനെയൊക്കെ വന്ന് കുട്ടിയിട്ട് സ്മോക്ക് ചെയ്ത് 5 കിലോ വരെ ഫിഷ് പുള്ളിക്കാരൻ ഓസ്ട്രേലിയക്ക് കൊണ്ടുപോകുന്നതാണ്. അപ്പം പുള്ളിക്കാരൻ ഇവിടെ വന്ന് ഫിഷൊക്കെ പിടിച്ച് ആ ചുട്ട ഫിഷായിട്ട് ഓസ്ട്രേലിയക്ക് പോകും. ആ ഫിഷ് നല്ല ഫൈറ്റ് കൊടുക്കുന്നുണ്ട്. അത് ചുറ്റി കരക്കടുപ്പിച്ച് പുള്ളിക്കാരൻ കരക്കടുപ്പിച്ചിരിക്കുകയാണ്. ഞാനൊരു ചിരിച്ച മുഖമൊക്കെ പിടിച്ചിട്ടുണ്ട്. അഥവാ ഇനി എൻ്റെ ചിരി കണ്ടിട്ട് പുള്ളിക്കാരന് തോന്നിയാലോ, പുള്ളിക്കാരൻ ചിലപ്പോൾ തന്നാലോ. ഞാൻ അവളെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അവൾക്ക് നാണാവാനൊന്നുമില്ല. അവൾ നേരെ അവിടെ പോയി നിൽക്കുക. പുള്ളിക്കാരൻ പോയി എടി വീഡിയോ എടുക്കണേ. പുള്ളിക്കാരൻ ലൈറ്റ്സായിട്ട് ചിരിച്ചൊക്കെ കാണിക്കുന്നുണ്ട്. ഇവിടെ ഒരു ട്രൗട്ടിനെ അവർ കെട്ടിയിട്ടിട്ടുണ്ട്. എന്തിന് കെട്ടിയിട്ടാന്നൊന്നും അറിയത്തില്ല. ഇവിടെയുള്ള ആൾക്കാരൊക്കെ ചിലപ്പം തരും. ആക്ച്വലി പൈസയ്ക്കൊന്നുമല്ല, ഇവർ വെറുതെ തരും. ട്രൗട്ടിനെ വിൽക്കാൻ പാടില്ല. അതുകൊണ്ട് ചിലപ്പോൾ ഇവർ നോക്കി വയ്ക്കുന്നത് നമുക്കവർ തരും. പുള്ളിക്കാരൻ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. അവളെന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് അയാളോട്. കിട്ടിയെന്ന് തോന്നുന്നതൊക്കെ ഫിഷ്. അപ്പോൾ അതിനെ അയാൾ വെറുതെ വിട്ടു. പുള്ളിക്കാരൻ അതിന് വെറുതെ വിട്ടു. കാരണം അതിന് വലിപ്പം ഉണ്ടായില്ല. വലിപ്പം 35 സെൻറ്റിമീറ്റർ നീട്ടം അങ്ങനെ എന്താ കണ്ട് വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് അതിന് എടുക്കാൻ പാടുള്ളൂ. ഫിഷാണ് അത്. ഫ്രഷോടെ നിലനിൽക്കാൻ വേണ്ടി പുള്ളിക്കാരൻ്റെ അകത്ത് കെട്ടിയിട്ടേക്കുന്നതാണ്. അത്യാവശ്യം വലിപ്പമുണ്ട്. 35 സെൻറ്റിമീറ്റർ അങ്ങനെ എന്താണ്ട് മിനിമം വലിപ്പം വരണം. ഇതാണ് പുള്ളിക്കാരൻ വീണ്ടും പോവുകയാണ് ചൂണ്ടയിടാൻ വേണ്ടി. ആ പുള്ളിക്ക് കിട്ടിയോ? ഇല്ല, പുള്ളിൻ്റെ ചൂണ്ട ഒഴുകുന്നതാണെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് ഇവിടുന്ന് എന്താണ് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നടക്കാം. ഞങ്ങളൊരു കാര്യം പഠിച്ചു. ദാരിദ്ര്യം പിടിച്ച മോന്ത കാണിച്ച് ട്രൗട്ട് ഫിഷിങ്ങിൻ്റെ ആൾക്കാരുടെ അടുത്ത് പോയി നിൽക്കുകയാണെങ്കിൽ അവർ ചിലപ്പം നമുക്കൊരു ഫിഷിനെ ദാനം ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇനി മുതൽ ഞങ്ങൾ എല്ലാ പ്രാവശ്യവും ട്രൗട്ട് ഫിഷ് ചെയ്യുന്നവരുടെ അടുത്ത് പോയിട്ട് ദയനീയമായി നോക്കി നിൽക്കുക. അപ്പോൾ ഇന്നാ കൊണ്ട് പണ്ടാരം അടങ്ങുക എന്ന് പറഞ്ഞ് അവർ നമുക്ക് ചിലപ്പം ഫിഷ് തരാൻ ഒരു ചാൻസ് ഉണ്ട്. പക്ഷെ ഇത് എപ്പോഴും അപ്ലിക്കബിൾ അല്ല. ചില പ്രത്യേക മനുഷ്യന്മാരുടെ അടുത്ത് മാത്രം. പുള്ളിക്കാരൻ ഓസ്ട്രേലിയക്കാരനായതുകൊണ്ട് ഇതെല്ലാം കൂടെ പിടിച്ച് കൊണ്ടുപോയി തിന്നാൻ പറ്റിയില്ലാത്തതുകൊണ്ട് പുള്ളിക്കാരൻ തന്നാകാനാണ് വഴി. അങ്ങനെ പുഴ സൈഡിൽ നിന്ന് മാറി ഇങ്ങനെ പുഴയ്ക്ക് പാരലായിട്ടുള്ള റോട്ടിൽ കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. റോഡല്ല, ഒരു ട്രയലാണ്. സൈക്കിളൊക്കെ കാര്യങ്ങളൊക്കെ ആൾക്കാരൊക്കെ പോകുന്നു, ഓടും ചാടുമൊക്കെ ചെയ്യുന്ന സ്ഥലമാണിത്. ഒരു കാടാണ്, നല്ല മനോഹരമായ കാട്. നല്ല രസമുണ്ട് എൻ്റെ ഉള്ളിൽ കൂടെ പോകാൻ വേണ്ടി. അതൊരു പ്രത്യേകതരം ഫീലിങ്ങാണ്. മറ്റേ ടൂയി എന്ന് പറഞ്ഞ
പല ശബ്ദങ്ങളെ അനുകരിക്കുന്ന ഒരു പക്ഷീൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. നല്ല അടിപൊളിയാണ്. ഇതിലേക്കൂടെ പോകാൻ വേണ്ടി ഒരു പ്രത്യേക വൈബ് കിട്. അപ്പുറത്തെ സൈഡിൽ പുഴ ഒഴുകുന്ന സൗണ്ട്, ഇതിലേക്കൂടെ ഇങ്ങനെ തണുത്ത മരച്ചില്ലകൾ, അതിൻ്റെ അടിയിലൂടെ തെളിഞ്ഞ് ആകാശം ഇങ്ങനെ കാണാം ഇടയ്ക്കിടയ്ക്ക്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പാതി വഴിക്ക് വെച്ച് ഉദ്യമം തിരിച്ച് വണ്ടിക്കാക്കിയാലോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം പിള്ളേർ ഭയങ്കരമായിട്ട് ടയേർഡായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പകുതി വഴിക്ക് എത്തിയതേ ഉള്ളൂ. ഇനി അങ്ങോട്ടേക്ക് ഒരു 4 കിലോമീറ്റർ നടക്കാണ്ട്, അതായത് 1 മണിക്കൂറും കൂടെ നടക്കാണ്ട്. പിള്ളേർ ഭയങ്കരമായിട്ട് ടയേർഡാണ്. ഇവരൊക്കെ ഈ കാര്യത്തിൽ ഭയങ്കര മടിയുള്ള ആൾക്കാർ. നമ്മളെപ്പോലെ അത്ര വയ്യവർക്ക്, മടുത്തു. തണുപ്പും കൂടെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ തിരിച്ച് പോയി വണ്ടിക്ക് ആ ബ്രിഡ്ജിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള പരിപാടി നോക്കുവാണ്. പക്ഷെ നമുക്ക് വീണ്ടും അങ്ങോട്ടേക്ക് നോക്കാം. ഞങ്ങൾ വരുന്ന വഴിക്ക് കാണുന്ന ടൊങ്കാരിരോ റിവറും അതിൻ്റെ പുറകിലുള്ള മലനിരകളും, ആ കാണുന്നതൊക്കെ ടൊങ്കാരിരോ ആൽപ്സാണ്. അതിൻ്റെ ഏറ്റവും പുറകിലുള്ള മലയിൽ മഞ്ഞ് പെയ്ത് കിടക്കുന്ന കാണാം. അതിനി ഫുള്ള് മഞ്ഞ് നിറയാണ്ട്, ഇതുവരെ മഞ്ഞ് നിറഞ്ഞിട്ടില്ല. ഈ കാണുന്നതാണ് പുഴ, അതിൻ്റെ പുറത്ത് പച്ചപ്പ്, അതിൻ്റെ പുറകിൽ വലിയ മലനിരകൾ. അങ്ങനെ അതിവിദഗ്ധമായി ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് ഇതിൻ്റെ ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിവിടെ എത്തി. ഇതിൻ്റെ അപ്പുറത്തേക്കും കണ്ടാണ് ബ്രിഡ്ജ്. ഇതാണ് ആ ബ്രിഡ്ജിൻ്റെ സ്റ്റാർട്ടിങ്. എന്താ ഇവിടുത്തെ ബ്രിഡ്ജിനേക്കുള്ള കേബിൾ കണക്ട് ചെയ്തേക്കുന്നത് ഇവിടെയാണ്. ഇവിടെ അത്യാവശ്യം കുറച്ച് കാറുകളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഉള്ളിലേക്കൊക്കെ ആൾക്കാർ പോയിട്ടുണ്ട്. ഈ പോകുന്നത് നാഷണൽ ഹൈവേ ആണ്. നല്ല സൗണ്ടിലാണ് വാഹനങ്ങൾ ചീറിപ്പായുന്നത്. പക്ഷെ ഇവിടെ നിന്ന് നമുക്ക് ഇനി അങ്ങോട്ടേക്ക് നടന്നു നോക്കാം. ടൊങ്കാരിരോ റിവർ ട്രെയിൽ. ആക്ച്വലി അതിലേക്കൂടെ നടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ സൈഡിൽ ഇവിടെ എവിടെയും കണ്ട് എത്തുമെന്ന് തോന്നുന്നു. ഫിഷിംഗ് പൂൾസ് ഒക്കെ കാണിക്കുന്നുണ്ട്. ഇതാണ് ബ്രിഡ്ജ്. നമ്മൾ നേരത്തെ കണ്ട അതേ മാപ്പിൽ നമ്മളിവിടെയുണ്ട്. ഇവിടെയാണ് കാണിച്ചേക്കുന്നത്. ഇതാണ് ഫിഷിംഗ് പൂൾസ്. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണുള്ളത്. ഇതാണ് പാലം. പാലത്തിലേക്ക് ഇറങ്ങാൻ വഴിയില്ലേ? പാലത്തിലേക്ക് ഇറങ്ങാൻ വഴി ഇവിടെ നിന്നെങ്കിലും ഉണ്ടാവുമായിരിക്കും. ആ വഴി താഴേന്ന. ഇത് വേറെയാണ്. ഇത് വേറെ സെറ്റപ്പാണ്. ഇതിലേക്ക് ഇറങ്ങാനുള്ള വഴിയില്ല. വഴി അടച്ചേക്കാണ്. പണിപ്പാളി. ഈ പാലത്തിലേക്ക് ഇറങ്ങാൻ പറ്റിയല്ല. അതാണ് സംഭവം. പക്ഷെ എന്താ പിന്നെ ഇവിടെ ഫിഷിംഗ് ഒക്കെ നടത്തുന്നുണ്ടോ? പക്ഷെ ഇതിലേക്കൂടെ നടക്കുന്നതായിട്ട് ഒരു സൈക്കിളിൽ ഇതിലേക്കൂടെ പോകുന്ന വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. വീഡിയോസും സംഭവങ്ങളൊക്കെ, ഫോട്ടോസൊക്കെ. സം സ്ട്രേഞ്ച് റീസൺ ഇത് ക്ലോസ്ഡ് ആണെന്ന് തോന്നുന്നു. സോ ചിലപ്പോൾ ഇതിലേക്കൂടെ വല്ല വഴി ഉണ്ടാവും. നമുക്ക് താഴെ പോയി നോക്കാം. ഞങ്ങൾ പാലത്തിലേക്കുള്ള വഴി കണ്ടുപിടിക്കാൻ വേണ്ടി ഇതിലേം വഴി പോയി നോക്കുകയാണ്. ചിലപ്പോൾ താഴെക്കൂടെ ഇറങ്ങിയിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടെ കയറാനൊരു ഓപ്പണിങ് അവിടെ കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ യാത്ര സക്സസ്ഫുള്ളാണ്. ഇല്ലെങ്കിൽ 3G സ്വാഹ. ഇങ്ങോട്ടേക്കൊരു വഴി പാലത്തിൻ്റെ അങ്ങോട്ടേക്കാണ്. പിന്നീട് ഫിഷിംഗ് പൂൾസ് എന്നല്ല കാണിച്ചേക്കുന്നത്. അപ്പോൾ മിക്കവാറും ഫിഷിംഗ് പൂൾസിലേക്ക് ഇറങ്ങാനുള്ള, അതായത് നമ്മുടെ കയം, നമ്മുടെ നാട്ടിൽ പറയല്ലേ കയത്തിലേക്ക് ഇറങ്ങാനുള്ള വഴിയാകാനും സാധ്യതയുണ്ട്. പക്ഷെ പാലത്തിൽ കയറാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇവിടെ ആൾക്കാർ ഫിഷിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. ആൾക്കാർ സംസാരിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കാം. അപ്പോൾ മിക്കവാറും ഇല്ല, നമ്മൾ തിരിച്ച് നടന്നിട്ട് പാലത്തിൽ ലക്ഷ്യമാക്കി നടന്നു നോക്കാം. നമുക്ക് പാലം ആദ്യം പ്രയോറിറ്റി. പാലത്തിലേക്കുള്ള വഴിയുണ്ട്. വാ ഗ്രേറ്റ്. ഈ പാലത്തിൽ കൂടെ സൈക്കിള് തള്ളി വേണം നടക്കാൻ. ഇതിലേക്കൂടെ സൈക്കിൾ ഇങ്ങനെ തള്ളി കയറ്റി ഇവിടെ വന്നിട്ട് ഇതാണ് പാലം. അപ്പോൾ മാക്സിമം ലോഡ് 10% എഴുതി വെച്ചിട്ടുണ്ട്. വാവ്, നൈസ്. ഇതാണ് ആ പാലം. ആ പാലത്തിലേക്ക് നമ്മളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. വാവ്, നൈസ്. അതിമനോഹരമായ പാലം. താഴെ ടൊങ്കാരിരോ റിവർ.
പഴയ തൊങ്കാരിരോ ആർട്സ്. അതിമനോഹരം. ആടുന്നുണ്ട്. റെഡൊക്കെ ആയിരുന്നു, ഇതിൻ്റെ കളറൊക്കെ പോയെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ പാലത്തിൻ്റെ പലതരം ആംഗിളിലുള്ള വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ചല്ല, ഞങ്ങളിവിടെ ആംഗുലർ ആക്സസ് കാണിക്കുന്നുണ്ട്. നമ്മൾ പുഴയിൽ മീൻ പിടിക്കുന്നിടത്തേക്ക് പോയി. അവിടെ കുറച്ച് ആൾക്കാരൊക്കെ മീൻ പിടിക്കുന്നുണ്ട്. തുങ്കാരി വാക്ക് അതാണ് നമ്മൾ നടന്നു വന്നാണെങ്കിൽ വരേണ്ട വഴി. ഇവിടെ രണ്ട് ഇതൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ ഇറങ്ങാൻ വേണ്ടി വഴി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൂടെ ഇങ്ങനെ ഇറങ്ങി വരാം. ഇതിലേക്കൂടെ ഇറങ്ങി പുഴയിലേക്ക് ഇറങ്ങാൻ ആക്ച്വലി ഇവിടെ വഴിയുണ്ട്. നമ്മളെ കൊണ്ട് ഇറങ്ങാൻ പറ്റിയല്ല, നമ്മളത് നടക്കുകയില്ല. ഈ കാട്ടിക്കൂടെ കയറാതെ വേറെ ഏതെങ്കിലും കാട്ടിക്കൂടെ കയറാൻ വഴി അവിടെ വേറെ വഴി കണ്ടുപിടിച്ചു. ആ വഴി ഇങ്ങനെ നടന്നിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തോടെ ഇറങ്ങാൻ പറ്റും. സോ ഇവിടെ നല്ല തെളിഞ്ഞ വെള്ളം കാണുന്നുണ്ട്, നല്ല പച്ച കളറുള്ള വെള്ളം. അപ്പം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മിക്കവാറും അതിൻ്റെ അകത്ത് മീൻ പിടിക്കും. അപ്പോൾ അവർ നമുക്ക് മീൻ തരാൻ വഴിയുണ്ടോ? ഇല്ല, ചാൻസ് ഇല്ല. ഈ പ്രാവശ്യം ചാൻസ് ഇല്ല. ക്ലാരിറ്റി എല്ലാം തെളിഞ്ഞ വെള്ളമാണ്, പക്ഷേ അടുത്ത് മീനൊന്നും കാണുന്നില്ല. ഇവർക്ക് എവിടെ നിന്നാണോ മീനെ കാണുന്നത്? എന്ത് കണ്ടിട്ടാണോ മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കുന്നതെന്ന് അറിയത്തില്ല. ചിലപ്പോൾ മീൻ അതുകൂട്ട് സ്ഥലങ്ങളിലായിരിക്കും മീനുണ്ടാവുക. വേറെ കാര്യം, എല്ലാ നല്ല കളവന്മാരാണ്. ഐ മീൻ വയസ്സായ ആൾക്കാരാണ് മീൻ പിടിക്കുന്നത്. ഇത് അവർക്കുള്ളൊരു എൻ്റർടൈൻമെൻറ്റാണ്. ഒരു ദിവസം മൊത്തം നിന്ന് ഇവർ മീൻ പിടിക്കും. അവർക്കത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ഈസിയാന്ന് തോന്നുന്നു. ചെറുപ്പക്കാരും മീൻ പിടിക്കുന്നത് കാണുന്നില്ല. ചെറുപ്പക്കാരൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. ആൾക്കാർ പിടിക്കുന്നുണ്ട്. ഇത് തുള്ളിലെവിടെയും കണ്ടായിരിക്കും മീൻ. ഇത് വലിയ ആന വലിപ്പമൊന്നുമില്ല. നമ്മുടെ നാട്ടിലിടുന്ന കുഞ്ഞ് തോടിൻ്റെ വലിയ ഭാവം. അങ്ങനെ വലിയ സെറ്റപ്പ് എന്ന് പറയാൻ മാത്രമുള്ളതൊന്നുമില്ല, കുഞ്ഞതാണ്. ഇതാണ് ആ പാലം, നമ്മൾ നേരത്തെ നടന്ന പാലം. ഇതൊക്കെ സൈക്കിളൊക്കെ ആയിട്ട് രണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല കിടിലുക്കാണ്, ഒന്നും പറയാണ്ടായാലും. ഞങ്ങളങ്ങനെ ആ ബ്രിഡ്ജിലൂടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് തിരിച്ച് വീട്ടിലേക്ക്. താഴെ ആൾക്കാരൊക്കെ മീൻ പിടിക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് ബാക്ക് പാക്കേഴ്സൊക്കെ വന്നിരിപ്പുണ്ട്. അവർക്ക് അവിടെ ടൈം എൻജോയ് ചെയ്യാണ്. ഒരു നല്ലൊരു വൈബാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ. നല്ല തണുത്ത കാറ്റുണ്ട്, കൈ കോച്ചുന്ന കാറ്റുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കാനൊരു രസമാണ്. ഇവരെവിടെ നോക്കിയാണോ മീനുണ്ട്, ഒരൊറ്റ മീനെ ഞങ്ങളിതുവരെ കണ്ടിട്ടില്ല. വെള്ളത്തിൻ്റെ അകത്തോടെ മീൻ പോകുന്നത് കണ്ടിട്ടില്ല. നമ്മുടെ നാട്ടിലെ പക്ഷിയൊക്കെ ഇല്ല കൂടെ ഉണ്ട്. അടിപൊളി, മനോഹരമായൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ അടുത്ത പരിപാടി വീണ്ടും സന്ധിക്കുമ്പോഴേക്കും ഇവിടെ തരുന്ന സ്വന്തം ജസ്റ്റിൻ ഫോട്ടോഗ്രാഫി. ബൈ ബൈ, സീ യു.